ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയുടെ ഫൈനൽ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ റിവീൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫൈനൽ ട്രെയിലറിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് നോക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതാണ് ലാസ്റ്റ് ട്രെയിലർ, ഇനി ഒന്നും വരില്ല. അപ്പം എന്തൊക്കെയാണ് ട്രെയിലർ കാണിച്ചിട്ടുള്ളത്, സോ മൊത്തം നമുക്ക് വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. നേരെ വീഡിയോ എടുക്കാം. ആക്ച്വലി ഇതുവരെയായിട്ടും വന്ന ഈ ഒരു ട്രെയിലറിലൊക്കെ അവർ കാണിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് 37 മിനിറ്റ്സിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ റിവീൽ ആക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഇനി പിന്നീട് അങ്ങോട്ട് മുൻപോട്ടുള്ള കാര്യങ്ങളൊന്നും അവർ കാണിച്ചിട്ടില്ല. അതൊക്കെ ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം 37 മിനിറ്റ്സിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് നമ്മളെ കയ്യിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ആലോചിച്ച് നോക്കണം പടത്തിൽ ഇനി അങ്ങോട്ടുള്ള സീൻസിലൊക്കെ എന്തായിരിക്കും എന്നും ജസ്റ്റ് ഇമാജ്. അപ്പോൾ ഈ ഒരു ട്രെയിലറിൽ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ കൺഫേം ആക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലേഡി ഡെഡ്പൂൾ വരണമെന്നുള്ള കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതിന് മുമ്പ് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഒരു 100% ഉറപ്പില്ലായിരുന്നു. ബട്ട് ഇപ്പം ട്രെയിലറിൽ അവർ കൺഫേം ആക്കുന്നുണ്ട്. ലേഡി ഡെഡ്പൂൾ ആ പോർട്ടിൽ വരെ നടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആരാണ് ലേഡി ഡെഡ്പൂളായിട്ട് അഭിനയിക്കാൻ പോകുന്നത് അറിഞ്ഞുകൂടാ. ടൈലർ സ്വിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്, നമ്മുടെ റയാൻ റെയ്നോൾഡ്സിൻ്റെ വൈഫ് ബെക്കി ലിവ്ലി എന്ന് പറയുന്നുണ്ട്. സോ ആരാണെന്ന് അറിഞ്ഞുകൂടാ. ആൻഡ് അത് മാത്രമല്ല, ലേഡി ഡെഡ്പൂളിൻ്റെ ബാക്കിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ പോർട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡെഡ്പൂളിൻ്റെ വേരിയൻസ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു തൊപ്പിയൊക്കെ വെച്ചൊരു ഇത് കൗബോയ് ഡെഡ്പൂളുള്ള കാണാൻ പറ്റും. എൻ്റെ അടുത്തായിട്ട് കിഡ്പൂളുള്ള കാണാം. പിന്നെ ഒരു ഡെഡ്പൂളിൻ്റെ തല കിടന്ന് പറക്കണ പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് ആക്ച്വലി ഡെഡ്പൂളിൻ്റെ ഒരു സോംബി വേരിയൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് ഡെഡ്പൂൾ വേരിയൻസ് ഈ മൂവിൽ വരാൻ പോകുന്നുണ്ട്. പിന്നെ വന്ന് ഈ ഒരു ട്രെയിലറിൻ്റെ ഓപ്പണിംഗ് സീൻ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ്പൂൾ വന്ന് ഒരു കാട്ടിൽ കൂടെ പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഈ കാടാണ് ഏജ് ഓഫ് അൾട്രോണിൽ ആ ഫൈറ്റ് നടന്ന കാട് എന്നൊക്കെയാണ് പറയുന്നത്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആൻഡ് ഈ ഒരു കാട്ടിലാണ് ഡെഡ്പൂൾ വേഴ്സസ് TVA ഫൈറ്റൊക്കെ നടക്കാൻ പോകുന്നത്. ആൻഡ് വേറൊരു സീനിലാണെങ്കിൽ നമ്മുടെ വൂൾവറിൻ്റെ കൂടെ ലാറ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും ഈ കാട്ടിൽ. അതായത് നമ്മുടെ ലോഗൻ പടത്തിൽ കണ്ട X-23 ലാറ ഈ പടത്തിലുണ്ട്. സോ അത് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതിന് മേ ബി വരും എന്നൊക്കെ പറഞ്ഞ്. സോ ഇപ്പം കൺഫേം ആയിട്ടുണ്ട്. ഇനി എല്ലാവരും വരുമോ എന്തോ ആർക്കറിയാം. സോ ലാറ ഈ പടത്തിൽ കൺഫേം ആയിട്ട് വരും. ഒഫീഷ്യലി അത് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇത് ഏത് ടൈം ലൈനാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് ലോഗൻ മൂവിക്ക് ശേഷമാണെന്ന് തോന്നുന്നു. ബട്ട് ഈ ഒരു വൂൾവറിൻ വന്ന് വേറൊരു യൂണിവേഴ്സിൽ നിന്ന് വന്ന് വൂൾവറിൻ വേരിയൻ്റാണ്. അപ്പോൾ ആ ഒരു വേരിയൻ്റാണ് ഇപ്പോൾ ലാറയെ കാണാനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മുടെ വൂൾവറിൻ ആണെങ്കിൽ ലാറയെ നോക്കി ഡയലോഗ് പറയുന്നുണ്ട്, ഞാൻ ഹീറോ ഒന്നും അല്ല എന്നൊരു പറയുന്നുണ്ട്. അപ്പോൾ ലാറ വന്ന് സമയം വരുമ്പോൾ നീ ആവും എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ഇതിനു മുമ്പ് മൂവീസിലൊക്കെ കണ്ടതിന് വൂൾവറിൻ വന്ന് ഹീറോ ഒന്നും ആവുന്നത് ഇഷ്ടമല്ല. ബട്ട് ഒരു സമയം വരുമ്പോൾ വൂൾവറിൻ പോലും അറിയാതെ പുള്ളി ഹീറോ ആയിട്ട് മാറും. അതാണ് വൂൾവറിൻ്റെ ഒരു അവസ്ഥ. അപ്പം എന്തായാലും ഈ മൂവിയിൽ വൂൾവറിൻ ഉറപ്പായിട്ട് ഹീറോ തന്നെയാണ്. ബട്ട് എന്തൊക്കെയാണ് വൂൾവറിൻ ചെയ്യാൻ പോകുന്നതെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു ട്രെയിലറിൽ നമ്മുടെ വൂൾവറിൻ്റെ ആ ഒരു പാസ്റ്റ് ലൈഫൊക്കെ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇതിനു മുമ്പേ ഉള്ള മൂവീസിലേക്ക് വൂൾവറിൻ്റെ ആ ഒരു അപ്പിയറൻസൊക്കെ ഇങ്ങനെ ഒരു ട്രിബ്യൂട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത സീനൊക്കെ ഈ ഒരു വോയിഡിൽ നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. അതായത് വോയിഡിലുള്ള ഒരുപാട് സീൻസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ മെയിനായിട്ട് ആസ്കാർഡിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആസ്കാർഡിനെ പ്രൂൺ ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. സോ ആസ്കാർഡ് കാണിച്ച ശരിക്കും ചിലപ്പോൾ ലോക്കിയും തോറും ഒക്കെ വരുമോയെന്ന് അറിഞ്ഞുകൂടാ. ആൾറെഡി ഒരു വോയിഡിൻ്റെ ഉള്ളിൽ ഒരുപാട് ലോക്കി വേരിയൻസ് ഒക്കെ ഉണ്ട്. സോ മേ ബി ലോക്കി വേരിയൻസിൻ്റെ വല്ല ഗെയിമിയും ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പിന്നെ വന്ന് അടുത്ത സീനിൽ ഈ ഒരു കസാൻഡ്ര നോവ എന്ന ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നത്. ആക്ച്വലി ക്യാരക്ടർ എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് ഈ ഒരു ട്രെയിലറിൽ കാണാൻ പറ്റുന്നുണ്ട്. വൂൾവറിനെ തൻ്റെ ഒരു ഘട്ടത്തിൽ കൺട്രോളിലെടുത്ത് വൂൾവറിൻ്റെ തലയിൽ ഇങ്ങനെ വിരൽ വെച്ച് വൂൾവറിൻ്റെ മെമ്മറീസൊക്കെ നോക്കണ കാണാൻ പറ്റും. സോ ക്യാരക്ടറിന് ടെലിപ്പതി പവറാണുള്ളത്. സോ ഉറപ്പായിട്ട് ഓവർ പവർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആൻഡ് വേറൊരു സീനിൽ ഒരു കസാൻഡ്ര നോവ എന്തോ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് എന്താണ് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതേപോലെ അടുത്തുള്ളതൊക്കെ നൂഡിൽസായി പോണ പോലെ നമ്മൾ ലോക്കി സീസൺ 2 കണ്ടിട്ടുണ്ടാവും. സോ ലോക്കിയുടെ അടുത്തും ഇങ്ങനെ നടന്നിട്ടുണ്ട്. സോ അതേപോലെ എന്തോ ആണ് ഇതും. സോ ഉറപ്പായിട്ട് ലോക്കി സീരീസിൻ്റെ റെഫറൻസിൽ ഉറപ്പായിട്ടുണ്ടാവും, 100% ഉണ്ട്. അപ്പോൾ എന്തായാലും ലോക്കി സീരീസൊക്കെ കണ്ടിട്ട് വേണം ഡെഡ്പൂൾ കാണാൻ പോവാൻ. പിന്നെ വന്ന് വേറൊരു കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു മൂവിയിൽ വന്ന് നമ്മുടെ കസാൻഡ്ര നോവയുടെ കൈവശം സിംഗ് റിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യം കൺഫേം ആണ്. അതായത് ഡോക്ടർ സ്ട്രേഞ്ചും ബാക്കിയുള്ള സോസറേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സിംഗ് റിംഗ് ഇല്ല, അതുണ്ട്. എന്നാൽ ഈ ഒരു സിംഗ് റിങ്ങിൻ്റെ ഒരു ഒഫീഷ്യൽ പിക്ചർ നമ്മുടെ റയാൻ റെയ്നോൾഡ്സ് ആണെങ്കിൽ പുള്ളി ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റിയ സിംഗ് റിങ്. ബട്ട് ഇവിടെ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആ സിംഗ് റിങ്ങിലാണെങ്കിൽ നമ്മുടെ ടൈം സ്റ്റോണും റിയാലിറ്റി സ്റ്റോണും ഉള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ, ഇൻഫിനിറ്റി സ്റ്റോണും കൂടെ ചേരുമ്പോൾ ഈ സിംഗ് റിങ് ഭയങ്കര പവർഫുള്ളാണ്. മൾട്ടിവേഴ്സ് ലെവലിൽ തന്നെ വേറെ വേറെ റിയാലിറ്റിയിൽ വരെ പോർട്ടൽസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിംഗ് റിങ്ങിലിട്ട് പോർട്ടൽ ഓപ്പൺ ചെയ്താണ് ഈ ഒരു കസാൻഡ്ര നോവയാണെങ്കിൽ ഡെഡ്പൂൾ വേരിയൻസിനെയും ഓരോ ആൾക്കാരെ ആ പോർട്ടൽ വരെ കൊണ്ടുവരുന്നത്.
ആൻഡ് വേറൊരു സീനിലാണെങ്കിൽ നമ്മുടെ ഡെഡ് പൂളാണെങ്കിൽ ഊൾവറൈൻ നോക്കി ഡയലോഗ് പറയുന്നുണ്ട്. അതായത് ഒരു ഫോട്ടോ കാണിച്ചു, ഊൾവറിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരാണ് എൻ്റെ ലോകം, ഇവരെ രക്ഷിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഡെഡ് പൂളിൻ്റെ ആ ഒരു വേൾഡ് വന്ന് നശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഊൾവറിൻ്റെ ഹെൽപ്പ് വേണം, അതാണ് പറയുന്നത്. സോ ഇതുവരെയായിട്ട് നമ്മുടെ ഡെഡ് പൂൾ ഇത്ര ഇമോഷൻ ആവണം നമ്മൾ കണ്ടിട്ടില്ല. സോ ഈ മൂവിൽ ഉറപ്പായിട്ടും ഒരുപാട് ഇമോഷൻ സീൻസും ഉണ്ടാവും. എൻ്റെ അടുത്തൊരു സീന് നിറയെ പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഡെഡ് പൂൾ വന്ന് നമ്മുടെ സ്പൈഡർമാൻ സ്റ്റൈലിൽ കൈയൊക്കെ വെച്ച് ഇങ്ങനെ വെബ് വിടുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഇത് ഉറപ്പായിട്ട് സ്പൈഡർമാൻ്റെ റെഫറൻസ് ആണ്. അപ്പോൾ ഈ മൂവിയിൽ സ്പൈഡർമാൻ വരുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ വന്നാൽ പൊളിയായിരിക്കും, വേറെ ലെവലായിരിക്കും. വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ട്രെയിലറിലുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആരൊക്കെ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് കമൻറ്റിലൊക്കെ പറഞ്ഞേക്കാം. എൻ്റെ ഈ ട്രെയിലറിൽ ഏത് സീനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നൊക്കെ കമൻറ്റിൽ പറയുക. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റി കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.